ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. ഹലോ എടാ നീ എവിടെയാടാ? എടാ ഞാൻ വീട്ടിലുണ്ടാ. എടാ നീ വരാമെന്ന് പറഞ്ഞാൽ എന്താ വരാ? നീ എവിടെ പോവാ? എടാ അത് ചെറിയൊരു പ്രശ്നമുണ്ടാ. എന്താ പ്രശ്നമാ? എടാ ഞാനേ ഈ ലൈഫിന്റെ പേരക്ക് ഒരു അപേക്ഷ വെച്ചായിരുന്നില്ലടാ. അതങ്ങ് സാംസനായി. സാംസനാന്നാ കിട്ടണ്ടേ? നിനക്കല്ലേ കിട്ടണ്ടേ? അല്ല അതല്ലെന്ന്. എടാ പെര കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായോ? അപ്പൊ അതിന്റെ തിരക്കിലാ ഞാൻ. ശരി. എടാ അതല്ലടാ, എനിക്കാണ് എന്റെ മുടിയും പോകുന്നു, പ്രായവും കൂടുന്നു. ഞാനാന്നാ കുഴപ്പക്കാരൻ? അതല്ലെന്ന്. എങ്ങനെയെങ്കിലും ഈ പെരയൊന്ന് വെച്ചെടുത്തിട്ടേ ഒരു 40-45 വയസ്സുള്ള ഒരു കൊച്ചു പെണ്ണിനെ എവിടുന്നെങ്കിലും അടിച്ചോണ്ട് വരണം. 50 വയസ്സുള്ള കൊച്ചു പെണ്ണിനാ നല്ലത്. എടാ അതും മാത്രമല്ലടാ, പിന്നെ എന്നേക്കാൾ പ്രായം കൂടുവോ എന്റെ അമ്മയ്ക്ക്. നീ എന്തോ പൊട്ടടാടാ, നിന്നൊക്കെ പ്രായം നിന്റെ അമ്മയ്ക്കില്ലയോടാ. നീ ഇങ്ങനെ വിവരക്കേട് പറയല്ലേടാ. ഇല്ല അതുകൊണ്ടല്ല, ഈ ടെൻഷൻ കൊണ്ടപ്പോ ഞാൻ തെറ്റിപ്പോയത്. ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു. നീ അങ്ങ് കട്ട് ചെയ്യ്, ഞാൻ പിന്നെ വിളിക്കാം. എന്റെ ദൈവമേ, അടുക്കളയിൽ പുക വരുന്ന കണ്ടാ തോന്നും 6 കൂട്ടം കറിയും കൂട്ടി സദ്യ ഉണ്ടാക്കുവാന്ന്. കട്ടം വീടി പുകച്ചു തള്ളുന്ന പുകയാണ് ആ കാണുന്നത്. എന്റെ ദൈവം, ഈ വീടെങ്ങാനും ഒന്ന് നിർത്തി കത്തിക്കുവോ? അമ്മച്ചിയെ ഇങ്ങോട്ടൊന്ന് കേറി പോരാവോ? നമസ്തേ ശരണ്യേ ശിവേ സാനന്ദേ നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ നമസ്തേ ജഗദ്വന്ദ് പാദാരവിന്ദേ. എന്റെ ദൈവമേ, എന്റെ മുഖത്ത് വാരി എറിയാൻ ഇത് ഭസ്മമല്ല, ഇത് ചാരമാണ്. ചാരം വല്ല വാഴക്കും കൊണ്ടിടണം. രണ്ടും ഒരേ സ്ഥലത്തായിട്ടാണ്. രണ്ടിനും എനിക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമാണ്. അറിയോ, മണിയൻ സ്വാമി JCBക്ക് തന്നതാ. JCBക്കോ? മണിയൻ സ്വാമി അല്ല ജപിച്ചു തന്നത്. മണിയൻ സ്വാമി അങ്ങനെ തന്ന ഭസ്മമായത്. എന്റെ ദൈവമേ, ഇത് ഭസ്മമല്ല, ഇത് ചാരമാന്നാ ഞാൻ പറഞ്ഞത്. ചാരമായിരുന്നു? അയ്യോ, അപ്പൊ ഭസ്മമാണ് ഞാൻ വാഴയ്ക്ക് കൊണ്ടിട്ടത്. ആയിരിക്കും. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് രണ്ടോർക്കും ഇങ്ങനെ ഒന്നും പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് രാവിലെ പഞ്ചായത്തിൽ പോകണം. ആ മുണ്ട് ഷർട്ട് തേക്കണം. മുണ്ട് തേക്കാൻ ഇവിടെ പീസില്ല. പീസ് കൊടുത്തിട്ടാണോ അമ്മ ഇവിടെ മുണ്ട് തേപ്പിക്കുന്നത്? എടാ, കറണ്ട് ഓഫീസിൽ നിന്ന് അവര് വന്ന് പീസ് ഊരിക്കൊണ്ട് പോയത്. കറണ്ട് ബില്ല് അടക്കാൻ എന്ത് ചെയ്യും? എടാ, ആ വീട്ടിലിരിക്കുന്ന കടന്തലിലെ കൂടിളക്കി കറയില്ലെന്ന് എന്നോട് ഞാൻ പലതവണ പറഞ്ഞതാണോ? കടന്തലാണ് ഇവിടെ കറണ്ട് ബില്ല് അടക്കുന്നത്. എടാ, അവര് ഊരാൻ വരുമ്പോ അത് അവര് കുത്തി ഓടിക്കത്തില്ലായിരുന്നോ? പിന്നെ അമ്മ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുമല്ലേ കടന്തലിനെ കുത്താൻ വരുന്നവരെ കുത്തി ഓടിക്കാൻ. ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഷർട്ട് തേക്കണമെന്ന്. നിനക്കിപ്പോ എന്തോ ഷർട്ട് തേക്കണം, അതല്ലേ ഉള്ളൂ? ആ ഷർട്ടും മുണ്ടും തേക്കണം. അതിന് പരിഹാരമുണ്ട്. പൂജയും വഴിപാടുമാണ് എനിക്ക് വയ്യ. എടാ അതല്ല, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണം. തേപ്പോട്ട് ഇങ്ങോട്ട് എടുക്കണം, എന്നിട്ട് തേപ്പോട്ടോട് നീ അങ്ങ് ചൂടാക്കണം. അപ്പൊ തേപ്പോട്ട് തിരിച്ചു ചൂടാകും. ആ ചൂടിൽ അങ്ങ് തേച്ചോണം. അമ്മച്ചി വിവരക്കാരൊന്നും വിളിച്ചു പറയരുത്. ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ ചളഞ്ഞ് സാധനം അടിച്ചു വിടുകയാണ്. അമ്മച്ചിക്ക് ഒരു കാര്യം പറയുമോ? എന്താ വേണ്ട? എനിക്ക് 40-48 വയസ്സായി. ഒരു കല്യാണം കഴിച്ച ഒരു പെരയും വെച്ചൊരു കുഞ്ഞിക്കാല് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അയ്യോ, എന്റെ കുഞ്ഞിന് ഇതായിരുന്നോ ദുഃഖം? പിന്നല്ല, ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? തോണ്ടില്ല, അങ്കനവാടിയോട് ചെന്നത് ഇഷ്ടം പോലെ കുഞ്ഞിക്കാല് കാണാം. 10-25 കൊല്ലം പഴക്കമുള്ള ചളി സാധനം ഇപ്പൊ അടിച്ചത്. 85 വർഷം പഴക്കമുള്ള ഞാൻ പിന്നെ പുതിയതടിക്കാൻ പറ്റുവാണ്. അതല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യ്, ഈ പഞ്ചായത്തിന് നമുക്ക് ഗഡു കിട്ടിയില്ലേ, അതിങ്ങ് എടുത്തോണ്ട് വാ. അതൊക്കെ എപ്പോഴേ പൂച്ചയ്ക്ക് കൊടുത്ത്. ഗഡുവിന്റെ കാര്യമല്ല പറഞ്ഞ, ഗഡു പൈസ നമുക്ക് തറകെട്ടി കാണിക്കാനുള്ള പൈസ കിട്ടിയില്ലേ, അത് ഞാൻ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വരാൻ. എടാ വട്ടക്കടപ്പ, ഞാൻ അതാ പറഞ്ഞത്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഗഡു എടുത്ത് മണിയൻ സ്വാമിക്ക് പൂച്ചയ്ക്ക് കൊടുത്തെന്ന്. പൂച്ചയ്ക്ക് കൊടുത്തെന്നോ? പൂച്ചയ്ക്ക് കൊടുത്തെന്നാണോ? എന്റെ ദൈവമേ, പഞ്ചായത്തിൽ നിന്ന് തറകെട്ടി കാണിക്കാൻ വരുന്ന പൈസ എടുത്ത് 10-40,000 രൂപ എടുത്ത് അമ്മയോട് പൂജ എടുത്താൻ ആര് പറഞ്ഞു? അതിനെന്താണോ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? അമ്മ ഞാൻ എത്ര പ്രാവശ്യം കേറി ഇറങ്ങി നടന്നിട്ടാണെന്ന് അറിയാവോ ഈ പെരയുടെ കാര്യം തീരുമാനമായത്? നീ എത്ര ദിവസം പോയടാ? ഞാൻ 1 വർഷം കേറി ഇറങ്ങി നടന്നിട്ടാണ് ഇനി പെരക്ക് അനുമതി കിട്ടിയത്. എടാ, നീ ഓരോ ദിവസം പോകുമ്പോഴും എന്റെ കുഞ്ഞ് വീടിന് പോലെ പോയതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ച് 1.5 ലക്ഷം രൂപയുടെ നേർച്ച ഞാൻ നേർന്ന്. ഇപ്പം 40,000 രൂപ കിട്ടിയില്ലയോ? അത് ബാക്കി മൊത്തം കടമാണ്. കടം ലോകം മൊത്തം കടവാ. ഇപ്പൊ ദൈവത്തിനും കടം പറഞ്ഞിട്ട് വന്നേക്കുക. ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോ? എന്താ? മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ ഈ കുടിശ്ശിക അടക്കാതെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. ആണോ? അല്ല, എന്തോ ചെയ്യാം. അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പഞ്ചായത്തിൽ നിന്ന് തറ കാണാൻ ആള് വരുമ്പോ മണിയൻ സ്വാമിയുടെ ഹോമകുണ്ടം കൊണ്ട് കാണിച്ചാൽ മതിയോ? അമ്മച്ചി പഞ്ചായത്തിൽ നിന്ന് ആള് വരുമ്പോ ഇവിടെ വഴക്കുണ്ടാക്കുന്നവര്. ഇവിടെ ഒരുത്തനും വന്ന് വഴക്കുണ്ടാക്കത്തില്ല. അങ്ങനെ ഈ ദാക്ഷാണിയുടെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ പൂജ ഞാൻ വേറെ ചെയ്യും. എന്തോ പറഞ്ഞാൽ പൂജാ വഴിപാട്, വഴിപാട് പൂജ, പൂജാ വഴിപാട്. അമ്മച്ചി ഈ പൂജയും വഴിപാടും ചെയ്യുന്നതുകൊണ്ടാ ഈ കുടുംബവും ഞാനും ഗതി പിടിക്കാത്തത്. എടാ, ഞാൻ ഈ വഴിപാട് ചെയ്യുന്നോണ്ടാ ഈ വീടിന് ഉയർച്ച.
ഉയർച്ചയല്ല, ഈ വീടിന് ചോർച്ചയാ ഉള്ളത്. അങ്ങനെയാണോടാ ഞാൻ പറഞ്ഞത്? എടാ ഞാൻ വഴിപാട് ചെയ്യുന്നോണ്ട് ആ വീടിങ്ങനെ ഉയർന്ന് നിൽക്കുന്ന. അടുത്ത കാറ്റിന് ഇത് പൊങ്ങി എവിടെ പോയി നിൽക്കുമെന്ന് ആലോചിച്ചാൽ ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോഴത്തേക്കാണ് അമ്മച്ചി ഓരോന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കള്ളയാണ് നോക്കത്തില്ല. എനിക്ക് എവിടുന്നെങ്കിലും പൈസ ഒപ്പിച്ചോണ്ട് തന്നോണം. അമ്മച്ചിയോട് ചൂടാവുന്നത് എന്തെന്ന്? ഇതിനാ അമ്മച്ചിയോട് ദേഷ്യപ്പെടുന്നത്. എടാ 10 മാസം ഈ വയറ്റിനകത്ത് തൊട്ട് കിടന്നാണ് ഞാൻ നിന്നെ പ്രസവിച്ചത്. ഇതിന്റെ ബാക്കിയുള്ളവരെല്ലാരും ട്രോളി ബാഗിനകത്ത് കൊണ്ടുവന്നല്ലേ ആൾ. നിന്റെ അച്ഛപ്പൻ പോയപ്പോ, അച്ചപ്പ എവിടെ പോയെന്ന്? അച്ഛപ്പല്ല നിന്റെ അച്ഛൻ എന്നെ നിന്നെ കളഞ്ഞിട്ട് പോയപ്പോ ഞാൻ നിന്നെ എങ്ങനെയാ വളർത്തിയെന്ന് അറിയാവോ? എങ്ങനെ വളർത്തിയത്? എന്റെ കയ്യിൽ ഇങ്ങോട്ട് എടുത്തിട്ട് ചക്കര പൊന്നെ ചക്കര മുത്തേ പൊന്നാരേ മുദ്രാവാക്യം വിളിച്ചാണോ വളർത്തിയത്? അങ്ങനെ കട്ടപ്പെട്ടാ വളർത്തിയെന്നു. ഓ കട്ടപ്പെട്ട്. അച്ഛൻ പോയ കാര്യമൊന്നും അമ്മ പറയണ്ട. അച്ഛൻ പോയ കാര്യമൊക്കെ എനിക്കറിയാം. നിനക്ക് എന്തോ അറിയാം അവിടെ? എന്തോ അറിയാന്ന്? ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സം വന്ന അച്ഛനോട് പറയും ശൂലം കുത്തണം, ശൂലം കുത്തണം. അങ്ങനെ കുത്തി 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 ഒരു കട്ടൻ വീടി വലിക്കുമ്പോ പുട്ടുകുറ്റിയത് പുക കവിളിന്ന് പോയതാണ്. അത് മാത്രമാണ്, അത് പേടിച്ച അച്ഛൻ്റെ ഇവിടുന്ന് ഓടിപ്പോയത്. എടാ അച്ഛൻ അങ്ങനെ പോയി നിന്നോടാര് പറഞ്ഞു? പിന്നെ എടാ അച്ഛൻ കാശി രാമേശ്വരത്ത് ഭജന വരിക്കാൻ പോയ സന്യാസിയായിട്ട്. 65-ാമത്തെ വയസ്സിൽ ഞാൻ അടക്കം 9 മക്കളുണ്ടായപ്പോഴാണ് അച്ഛൻ സന്യസിക്കാൻ പോകുന്നത്. എന്റെ പൊന്നമ്മച്ചി കസേരന്ന് എഴുന്നേക്കുമ്പോ കൈ കാലിന്റെ മുട്ടയിൽ അടിക്കുമായിരുന്നു അച്ഛന്റെ. അത് മാത്രമല്ല അച്ഛൻ പോയതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? അമ്മക്കൊരു കുരുമുളക് കൃഷിയില്ലേ? ഉണ്ട്. അതിന്റെ നടക്ക് പച്ചക്കഞ്ചാവ് പിടിപ്പിച്ചു വെച്ചേക്കുന്നു. വയസ്സാം കാലത്ത് പോലീസുകാരൻ തൊട്ട് ഉരുട്ട് വന്ന് പേടിച്ച് പുള്ളി പറന്നതാണ് ഇവിടുന്ന്. വേണ്ടത് എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ചു തരണം. എനിക്ക് കിടപ്പാടം ഒന്ന് കെട്ടിപ്പോക്കണമെന്ന്. നിനക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ. പരിഹാരമുണ്ട്. പൂജയും വഴിപാടുമാണ് എനിക്ക് വയ്യ. പൂജ അല്ലടാ, പിന്നെ നീ അമ്മച്ചിയുടെ താലിമാല കൊണ്ടുവച്ച് പണയം വിൽക്കുകയോ ചെയ്ത് കാശ് മേടിച്ചോ. 1.5 മുഴം നീളമുള്ള കറുത്ത ചരട് കൊണ്ട് കൊടുത്ത പൈസ കിട്ടുന്ന ഒരു ബാങ്കും ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ ഉടമകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തേനെ. അതെന്തുവാടാ? വേണ്ട, അതെന്തുവാടാ? കുട്ടനാട്ടിലെ ഫയർ ഫാക്ടറി അല്ല, റബ്ബർ തോട്ടത്തിലെ കമ്പിവേലി. ഈ അരയെ കെട്ടാനുള്ള നീ എന്തിനാടാ വയറിനകത്ത് കൊണ്ട് കെട്ടി വെച്ചേക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് അരയാണുള്ളത്, അല്ലാതെ 1 ഏക്കറല്ല എനിക്കുള്ളത്. അമ്മച്ചിക്ക് ഈ പൂജയും പരിപാടിനും പോയാൽ എന്ത് കിട്ടും? എടാ എനിക്ക് പൂജയും പരിപാടിന് പോയാൽ കൽക്കണ്ട മവല് മലര് കുഞ്ഞ കുറച്ച് ഭസ്മം കിട്ടും. ഒരു കാര്യം ചെയ്യാം, ആ കൽക്കണ്ടം കൊണ്ട് തറയും കെട്ടി അവലും മലരും കൊണ്ടൊരു ബെൽറ്റും മാർക്കാം. പിന്നെ മിച്ചമുള്ള ഭസ്മമില്ലേ, അതുകൊണ്ട് ഭിത്തിയും തേക്കാം. അയ്യോ അത് പറ്റത്തില്ല, വീട് ഉറുമ്പ് ഇന്നോടെ ഇറക്കാം. പിന്നെ ഉറുമ്പരിക്കാത്തൊരു വീട് അവലൂസുണ്ടക്ക് ചുറ്റും അരിപ്പൊടി ഇട്ടേക്കുന്ന പോലെ ഞാൻ കിടന്നുറങ്ങുന്നത്. ഞാൻ കിടക്കുന്ന ചുറ്റും ഉറുമ്പൊടി ഇട്ടിട്ട് ചില ദിവസം രാത്രി ചില മുഴുത്ത ഉറുമ്പുകൾ വന്നിട്ട് എന്നെ ചെവി പറയും വഴിമാറണ തെറ്റി ഞങ്ങൾക്ക് പോവേണ്ട വഴിയാ. ആ മാതിരി വീടായത്. അത് മാത്രമല്ല പറ്റില്ല, ഞാനാണെങ്കിൽ അമ്മാവനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നാളെ കല്ലിടുവാണെങ്കിൽ അമ്മാവൻ വന്നാൽ എനിക്ക് സമയം നോക്കാം. അമ്മാവനെന്താ നിന്റെ ക്ലോക്കാന്നോ? അതുകൊണ്ടല്ലെന്ന്, അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുക എനിക്ക് അമ്മാവൻ മാത്രമേ ഉള്ളൂ. അമ്മ എന്തോ പറഞ്ഞാലും അമ്മാവൻ ഇവിടെ വന്നിരിക്കും. അവൻ ഇവിടെ വരുവാണെങ്കിൽ ഈ അടിച്ച മുറ്റത്തവനെ ഞാൻ കേട്ടത്തില്ല. ഈ മുറ്റമടിച്ചിട്ട് 1 മാസമായി. എന്നാ കയറിക്കോട്ടെ. എന്റെ ദൈവമേ, നമ്മുടെ വീട്ടിൽ മധുസാർ വന്നെന്ന് തോന്നുന്നു. സുധാകരാന്ന് വിളിച്ചപ്പോ എന്റെ മൂക്കിൽ ഈച്ച കയറിയതാ. സുധാകര അല്ല, അമ്മാവനാ. ദൈവത്തെ വിചാരിച്ച് പുള്ളിക്കാരൻ വരുമ്പോ ഒന്നും മിണ്ടരുത്, കാല് ഞാൻ പിടിക്കാം. മനസ്സിലായ? പോന്ന് വേഗം നടന്നു വരാമോ? സുധാകര ഇങ്ങോട്ട് മാറിയിക്കടാ. ഇവിടെ നിന്നാ മതിയോ? രാവിലെ കയറി എന്റെ വീട്ടിൽ കയറുമ്പോൾ എന്റെ കുഞ്ഞേത്തനെ നിങ്ങളാരാ? നിന്നെ കുഞ്ഞു കാണിച്ച തോന്നിവാസം എന്നാന്ന് അവനോട് ചോദിച്ചു നോക്കടി. നീ എന്തോടാ കാണിച്ചത്? കാണിച്ചാലാണ് എന്റെ കൊച്ചിനെ ഇങ്ങനെ കയറി തല്ലിയത്. കാണിച്ചാലല്ല, അവൻ അഹങ്കാരം കാണിച്ചാലാണ് ഞാൻ അവനെ തല്ലിയത്. ഞാൻ എന്തോ ചെയ്തെന്നാ പറയുന്നത്? എടാ ഞാൻ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കി എന്റെ വീട് വൈറ്റ് വാഷ് ചെയ്തപ്പോ ഞാൻ നോക്കിയപ്പോ ഇവന് കരിക്കട്ട എടുത്ത് പടം വരച്ച് കളിക്കുന്നു. എപ്പോ? ഞാൻ സ്വപ്നം കണ്ടപ്പോ. എന്റെ അമ്മച്ചി അമ്മാവൻ സ്വപ്നം കണ്ടാന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ. സ്വപ്നത്തിൽ പോലും ഈ വേട്ടാവളിന്റെ വീട്ടിൽ ചെന്ന് കയറല്ലേ. കാലത്ത് കാണുന്ന സ്വപ്നം അതുകൊണ്ടാണ് നിന്നെ ഞാൻ തല്ലിയത്. കേറിയിരിക്കുക വായിക്കാത്തോ? നിന്റെ നാക്ക് കണ്ടിട്ട് ദിവാങ്കോട്ട് പോലിരിക്കുന്നു. ദൈവമേ, ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ വന്ന കാലം നിൽക്കാതെ കേറിയിരിക്കാൻ എനിക്ക് വേറെ കാലം നീ തരുവോ? അമ്മാവ പെരയുടെ അകത്തോട്ട് കേറിയിരിക്കാൻ. എടാ ഞാൻ ഈ അടിച്ച മുറ്റത്ത് കയറത്തില്ല. ഈ അടിച്ച മുറ്റം നേരത്തെ അമ്മ ഒന്ന് അടിച്ചതാ. ഞാനിനി എന്താ പിടിച്ച് കയറും? എന്റെ ദൈവമേ, അമ്മാവ എങ്ങനെയെങ്കിലും ഇവിടെ മാറി ഇരിക്കാൻ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
എടാ ഞാൻ അങ്ങോട്ട് കേറത്തില്ല. കാരണം എന്താണെന്നറിയോ? ആ. ഇവിടെ മോന്ത കണ്ട എന്റെ നാക്ക് അന്നേരം ചൊറിയും. അമ്മച്ചിയുടെ മോന്ത കണ്ട അമ്മാവന്റെ നാക്ക് ചൊറിയാൻ അമ്മയുടെ മോന്ത എന്താ ചൊറിയൻ ചേപ്പാണ്? ഈ ചെറിയ വർത്താനം പറയാനാണ് എന്റെ വരിക്കാത്തോട്ടിങ്ങോട്ട് എഴുന്നള്ളി. എന്താണ് അവള് പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് ബഹളം വെക്കാതെ. എന്താ 2 3 പറഞ്ഞ് വേളം വെക്കാം. എന്താ കഷ്ടമാന്ന് പറയുന്നു എന്തോ പറഞ്ഞാലും അതിന് തർക്കുത്തരമാണല്ലോ. അമ്മാവാ ആ. എന്തോ പറയാനിപ്പം? എന്താ പറയാനാ? ആ. അവളോട് ചായ എടുത്തോണ്ട് വരാൻ പറയണം. അവള അതെ ആദ്യമായിട്ട് വഴക്കും ബഹളവും കഴിഞ്ഞ അമ്മാവൻ വീട്ടിൽ വന്നതാ. ഒരു ഗ്ലാസ് കട്ടനെങ്കിലും കൊടുക്കാവോ? എന്റെ പട്ടി കൊടുക്ക അവന് കട്ടൻ കൊടുക്കാം. പണി വല്ലാൻ നോക്കാൻ നോക്കാം. എന്റെ അടുക്ക കട്ടൻ പറയാം. എടാ, അവള് ചായ എടുക്കാൻ പോയോടാ? ചായ എടുക്കാൻ പോയോ? ചായ എടുക്കാനാന്ന് തോന്നുന്നു പോയത്. എന്നാ ഒരു കാര്യം ചെയ്യും, വല്ല കഴിക്കാനൂടെ എടുത്തോളാൻ പറ. അമ്മാവനൊന്നും കഴിക്കാണോ വന്ന്? എടാ രാവിലെ ഒരു 3 കുറ്റി പുട്ടും 2 ഏത്തപ്പഴം 2 മുട്ടയും കഴിച്ചിട്ട് വന്നതാ. ഓടക്കുഴലിന്റെ അത്ര ഉള്ളെങ്കിൽ ഇതൊക്കെ ഇതിനകത്ത് കേറുവോ? എടാ എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഈ അടുത്ത സമയത്തായിട്ട് എന്തോ കഴിച്ചാലും വയറ്റിൽ ഭയങ്കര ദഹനമാ. ഇതിനും മാത്രം ദഹനം നടക്കാൻ അമ്മാവന്റെ വയറെന്താ പൊതുശ്മശാനമാണ്? അടിച്ചങ്ങ് കേറുവാന്നല്ലോടാ. ഞാനെങ്കിലും കളിച്ച് കേറ്റാൻ നോക്കുക. എന്നാ കയറ്റി വെക്ക, കയറ്റി വെക്ക. കേറ്റി വെച്ചോണ്ടിരിക്കുക. അത് താക്കരുത് കേട്ടോ. അതെ അമ്മാവനെ കാണുമ്പോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നേ. എടാ നീ ഇപ്പൊ എന്നെ കണ്ടില്ലയോ? കണ്ട്. എന്നാ പിന്നെ ചോദിക്കരുതോ? വേറൊന്നുമല്ല, ആ. ഈ അമ്മാവനോട്ട് എന്താ പ്രശ്നം? ഞാനും അവളും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത് മൂക്കി പറഞ്ഞാണോ പ്രശ്നം? അല്ലെന്ന്. എടാ ഞാനും അവളും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താ. ആ. ഒരു ദിവസം ഞാനും അവളും കൂടെ സ്കൂളിലോട്ട് പോകാൻ അങ്ങോട്ട് ഇറങ്ങുകയും വാ. ഇടിയും വെട്ടിയും ഒരു ഭയങ്കര കാറ്റും കൂടി തൊടുങ്ങാത്തൊരു മഴയും. ബാക്കി പറ. മഴ പെയ്തോണ്ടിരിക്കില്ലേ, അത് കഴിഞ്ഞ് പറയാം. ദൈവമേ, ഈ അമ്മാവനോട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ, അതാണോ ചോദിച്ചത്? കാരണം എന്താന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. 56 ഞാൻ കാട് കയറിയതാ. അരിക്കൊമ്പനായിരുന്നു അമ്മാവൻ. എടാ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരുമ്പോ എന്നെ തെറ്റിക്കാൻ വരുവാന്നോ നീ? ഞാനല്ല തെറ്റിക്കുന്ന, വന്നപ്പോ തൊട്ട് നിന്നങ്ങ് തെറ്റിക്കുക. എടാ ഞാൻ എന്തുവാ പറയാൻ വന്നെ? ആ പറ. മീനച്ചിലാറ് നീന്തി കയറി കാട്ടി കള്ളവാറ്റ് തുടങ്ങിയപ്പോ ശർക്കരയും കുടവും കൊയിലും വാങ്ങിക്കാൻ വന്ന് കാശ് തന്നതേ ഈ പള്ളിയും പട്ടക്കാരൊന്നും അല്ല, MG സോമനായിരിക്കും. എടാ പറഞ്ഞു വരുന്ന എല്ലാം പൊളി വന്നല്ലോടാ. ഞാനിനി എങ്ങനെ പിടിച്ചു കയറുവടാ? പിടിച്ചു കയറാൻ നോക്കിയിട്ട് വഴിയിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളു. ആ. അമ്മയെ കൂടെ വിളിച്ച ഇതങ്ങ് തീർക്കായിരുന്നു. എടാ നീ എണ്ണ വളിച്ച കാര്യം പറ. ആർക്കിട്ട് എന്നെ വിളിച്ചു? എടാ എണ്ണ വളിച്ചെന്നല്ല, എന്നെ വിളിച്ചു വരുത്തിയ കാര്യം പറ. അമ്മാവനെ വിളിച്ചു വരുത്തിയ കാര്യം എന്താണെന്നറിയാമോ? ഞാനാണെ പഞ്ചായത്തിൽ എനിക്ക് പെരക്ക് വേണ്ടി ഒരു അപേക്ഷ വെച്ച്. അതിനിപ്പോ ഞാനാണോ കുഴപ്പക്കാരൻ? അല്ല, പിന്നെ അപേക്ഷ വെച്ച് കഴിഞ്ഞപ്പോ ആ പൈസ എടുത്ത് അമ്മ വഴിപാട് നടത്തി. എന്നാ പിന്നെ വഴിപാടിന് അപേക്ഷ കൊടുത്താ പോരായിരുന്നോ? മതിയായിരുന്നു. ശരിക്കും പറഞ്ഞ അമ്മാവൻ ഇപ്പൊ എന്നെ ഒന്ന് സഹായിച്ച എനിക്ക് എങ്ങനെ ഈ പെരയൊന്ന് കെട്ടിപ്പോക്കാം. എടാ എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. ആ. പക്ഷെ കുഴപ്പം എന്തുവാന്നറിയോ? എന്തുവാ? ഞാൻ എന്റെ സ്വത്തും പേരും അല്ല എന്റെ മോക്ക് അങ്ങ് കൊടുത്തു. അപ്പൊ ഇപ്പൊ അവിടെ പേര് ചക്രപാണി എന്നാക്കിയോ? അല്ല, ഇനിയിപ്പൊ അവക്ക് തരണമെന്നുണ്ടെങ്കിലും വേറൊരു വിഷയമുണ്ട്. എന്തുവാ? ഞാൻ തരത്തില്ല. ആട്രാ വരുന്നടാ ഭദ്രകാളി. എന്റെ ദൈവമേ, വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ പോവാണോ? ഇതിപ്പോ തീരാൻ പോവുക. എടാ ഇവന്റെ മോളും ഇവിടെ തുള്ളിക്കൊണ്ട് വന്ന് നമുക്ക് വീട് വെച്ച് തരും. ഇവര് കരകാട്ടം പഠിച്ചിട്ടുണ്ടോ? എന്താടാ നീ അങ്ങനെ ഉള്ളിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചു പോയതാ. എടാ ഞാൻ വേറെ പൂജ നടത്തുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഒരു പൂജ. എന്റെ പൊന്നമ്മാവ, അമ്മച്ചി ആദ്യത്തെ പൈസ എടുത്ത് പിന്നെ പൂജ നടത്തി. അതുകൊണ്ട് അമ്മാവൻ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചിട്ടേ എനിക്ക് എങ്ങനെയെങ്കിലും 2ാമത്തെ ഗഡു ഒന്ന് പാസ്സാക്കി തരണം. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ആ മെമ്പറെ കുത്തി ഇങ്ങ് എടുക്ക. കുത്തിയെടുക്കാൻ മെമ്പർ പ്ലാവലെ വല്ലോ ആണ്. എടാ അതല്ല, മെമ്പറെ കുത്തി ഒരു ഫോണിങ് എടുക്കാൻ. എന്തൊക്കെ വെളിവേടാ വിളിച്ചു പറയുന്നത്? നീ ഫോണിങ് ഞാൻ വിളിക്കാം. അതാ നല്ലത്. ഹലോ, മെമ്പർ അല്ലയോ? ചിരിക്കാൻ പറ്റിയ വല്ലതാണെ കുറച്ച് ഒച്ചത്തിൽ പറ, എന്നാലും അവിടുന്ന് എന്തെങ്കിലും കിട്ടും. ശരി ശരി, ഓക്കെ ഓക്കെ മെമ്പറെ. എടാ ഞാൻ മെമ്പറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാൻ പറഞ്ഞു ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുവാന്നാ പറഞ്ഞേക്കുന്നേ. അപ്പൊ മെമ്പർ പറഞ്ഞു നീ അടുത്ത ഗഡു 1 ലക്ഷം രൂപ ഉടനെ പാസ്സാക്കി തന്നേക്കാവുന്നു. ഒരുപാട് സന്തോഷം അമ്മാവൻ. അയ്യോ. അമ്മാവൻ ഇടപെട്ടപ്പോഴേ 1 ലക്ഷം രൂപയുടെ പാസ്സായിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്നാ നിന്റെ വിചാരം? ഓ, എങ്ങനെ കിട്ടിയെന്നാ എന്റെ വിചാരം. എടാ അമ്മച്ചി ഇപ്പൊ അകത്തോട്ട് പോയില്ലയോ? ആ പോച്ചേ. അവിടെ നിന്ന് നെഞ്ചത്തടിച്ചൊരു നേർച്ചയൊക്കെ ചെയ്യുന്ന 1.5 ലക്ഷം രൂപയുടെ ഒരു താലിയപ്പുറം ഒരു വലിയ ആർട്ടും കൊടുക്കാവുന്നു. എന്നാ പിന്നെ ഒരു കൊടിമരവും ഈ പ്രാവശ്യത്തെ ഉത്സവം കൂടെ നമുക്ക് നടത്തി കൊടുക്കാന്ന് പറയാൻ വയ്യായിരുന്നു. മൂടോടെ പറിച്ചോണ്ട് അങ്ങോട്ട് പോകായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. ബാക്കിക്ക് ഞാൻ എന്ത് ചെയ്യും? നീ കയ്യിൽ ഇടണം. കയ്യിൽ നിന്നിട്ട് കളിക്കാൻ ഇത് സ്കിറ്റല്ല, എന്റെ ലൈഫാണ്. അമ്മാവാ, ആർച്ച് പണിത് കൊടുക്കാൻ നേർന്നിട്ട് വന്നേക്കോ. ആർക്ക് പണിത് കൊടുക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. പിടിച്ചതിനേക്കാളും നല്ലതാണ് പുനത്തിനകത്തിരിക്കുന്നത്. അതല്ല പറഞ്ഞത്, ആർച്ച് പണിത് കൊടുക്കാന്ന് പറഞ്ഞത്.
ആ ആർച്ചോ ആർച്ച് പണിത് കൊടുക്കാതെ നല്ലതാ. പണിത് കഴിഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് സൈഡിൽ ഇങ്ങനെ അങ്ങ് നിന്നാ മതി. അതാകുമ്പോ മഴയും നനയണ്ട. അടുപ്പൊന്ന് അമ്മാവനെ നിക്കാവോ? നീ എങ്ങോട്ട് പിടിച്ചു കയറി പോവാടാ ഇത്? ഒരു പിടുത്തവുമില്ല. എടാ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു വില കിട്ടാൻ പോകുന്നില്ല. എന്റെ അമ്മ കാരണം എനിക്ക് ലൈഫും ഇല്ല, ലൈഫിന്റെ പേരവില്ല. അപ്പൊ അമ്മയുടെ താഴികപ്പെടാൻ പോലെ. എടാ നിന്റെ താഴിയക്കടമല്ല, ഇവളെ ഏതേലും ഒരു മുറിയിലിട്ടോ വലിയൊരു താഴിട്ടങ്ങ് പൂട്ട്. എന്നാലേ നിനക്കൊരു ജീവിതം ഉണ്ടാകൂ. അമ്മേ ഹോമം വേണം. ഹോമത്തല്ലേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.